കേരള പോലീസിൽ നിന്ന് UN-ലേക്ക് പോയ SP റാങ്കിൽ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആദ്യത്തെ ഉദ്യോഗസ്ഥൻ ഞാനാണ്. ഞാനും കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു 3 പേരും കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിന് കാരണമായത് ഈ UN റിക്വയർമെൻറ്റ്സൊക്കെ വരുമ്പോഴത്തേക്കൊന്നും താഴേക്ക് അവർ കൊടുക്കാറില്ല. എല്ലാം IPS ലെവലിൽ അവർ ഡീൽ ചെയ്തിട്ട് അവരാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ ഗൈഡ് ലൈൻസ് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് 8 വർഷം സർവീസുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഹെഡ് കോൺസ്റ്റബിൾ ലെവലിനും മുകളിലുള്ള ഏത് പോലീസ് ഉദ്യോഗസ്ഥനും അപ്ലൈ ചെയ്യാവുന്ന ഒരു പൊസിഷനാണ് UN എന്ന് പറയുന്നത്. UN-ൽ പല കാലഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക്, എത്നിക് ക്ലീൻസിങ്ങും ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് UN അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുത്ത് അവിടെ മധ്യസ്ഥതയ്ക്കാണ് UN ചേരാറുള്ളത്. ചില ഭാഗങ്ങളിലേക്ക് പോലീസിങ് തന്നെ UN നാറ്റോ ഫോഴ്സിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിച്ചിട്ട് UN തന്നെ അഡ്മിനിസ്ട്രേഷനും പോലീസിങ്ങും ഒക്കെ ഏറ്റെടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. UN സെലക്ഷന് വേണ്ടിയിട്ട് UN സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ടീം, UN SAT ടീമാണ് ഇന്ത്യയിൽ വന്നിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 8 വർഷത്തെ സർവീസും ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിനും മുകളിലുള്ള പോലീസ് ഓഫീസേഴ്സിനെ ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇത് പണ്ട് തൊട്ടേ ഇത് ഡയറക്റ്റ് IPS ഓഫീസേഴ്സ് മാത്രമേ എൻജോയ് ചെയ്തിരുന്നുള്ളൂ. ഈ റൂൾസൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളാണിത് താഴേക്ക് തിരിച്ചു പിടിച്ചത്. അപ്പോൾ ഈ റൂൾസൊക്കെ കാണിച്ചിട്ട് അന്നത്തെ DGPയോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിന് അവസരമുണ്ട്, ഞങ്ങൾക്ക് ഇതിനുള്ള ചാൻസ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഹോം സെക്രട്ടറിയെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് ഇതിൻ്റെ കോൾ താഴേക്ക് സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. കേരളത്തിൽ നിന്ന് നമ്മളൊരു 4 ഓഫീസേഴ്സിന് ഇവിടുന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു. ന്യൂഡൽഹിയിലെ ടിഗ്രി എന്ന സ്ഥലത്ത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ സെക്യൂരിറ്റി ഹെഡ് ക്വാർട്ടേഴ്സിനകത്താണ് ഒരു UN ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അവിടെയാണ് ഈ ടീമൊക്കെ വന്നിട്ട് UN സഹായത്തോടെ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് 1 മാസം മുമ്പേ നമ്മളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് കേരള ഹൗസിൽ നമുക്ക് താമസിക്കാം. കേരള ഹൗസിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ ഈ ഡിഗ്രിയിലെത്തും. ഡിഗ്രിയിലെ ഒരു 2 ആഴ്ച ട്രെയിനിങ് നമുക്ക് തരും. എന്തൊക്കെയാണ് ടെസ്റ്റ്, എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടത്. ആ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ UN സെലക്ഷൻ ടീം നമ്മളെ ടെസ്റ്റ് ചെയ്യാനുണ്ടാകുന്നത്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ്. ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ വലിയൊരു ഓഡിയോ കേൾപ്പിക്കും നമ്മളെ. ആ ഓഡിയോ കേൾപ്പിച്ചിട്ട് അതിന് ബേസ് ചെയ്യുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് തരും. അത് ആൻസർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇംഗ്ലീഷിൻ്റെ കുറേ അല്ലാത്ത കുറേ ടെസ്റ്റുകളുണ്ട്. അത് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 2 ടെസ്റ്റുകളുള്ളത്. ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ്, മറ്റൊന്ന് ഫയറിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവാത്തവരെല്ലാം അപ്പോൾ തന്നെ തിരിച്ച് പറഞ്ഞ് നാട്ടിലേക്ക് അവരവരുടെ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വിടും. അത് കഴിഞ്ഞിട്ട് ആദ്യം ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കാറിൽ ഡ്രൈവിംഗ് ബിഹേവിയർ മുഴുവൻ നമ്മൾ പ്രോപ്പറായിട്ട് അനുസരിക്കുന്നുണ്ടോ നോക്കും. സീറ്റ് ബെൽറ്റ് ഇടുന്നതും കയറിക്കഴിഞ്ഞാൽ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മളെ ടെസ്റ്റ് ചെയ്യും. അതും കഴിഞ്ഞിട്ട് അതിൽ പാസ്സാകുന്നവരെ പിന്നെ ലാസ്റ്റ് ഫയറിംഗ് ടെസ്റ്റാണ്. പിസ്റ്റൽ ഫയറിംഗ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടുന്ന് പോകുമ്പോഴേ പിസ്റ്റലും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അവിടെ ഫയറിങ്ങിൻ്റെ 5 മീറ്റർ, 10 മീറ്റർ, 15 മീറ്റർ, 25 മീറ്റർ ഈ 3 റേഞ്ചിൽ റാപ്പിഡ് ഫയറിങ്ങും ഇൻഡിവിജ്വൽ ഫയറിങ്ങും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. എല്ലാം ടാർഗറ്റ് കൊണ്ടിരിക്കണം. 8 ഫയറിങ്ങിൽ 5 ടാർഗറ്റ് കൊണ്ടിരിക്കുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുകഴിഞ്ഞ് നമ്മൾ അതിലും സെലക്ഷനാവും. അപ്പോൾ ഈ 3 ടെസ്റ്റും കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാകും അവിടെ. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ടെസ്റ്റുണ്ട്. മെഡിക്കൽ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതാത് സ്റ്റേറ്റിലേക്ക് പോകാൻ അനുവദിക്കും. അപ്പോൾ നമ്മൾ UN-ൻ്റെ ലിസ്റ്റിൽ വന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് പബ്ലിഷ് ചെയ്യും ആ ലിസ്റ്റ്. ആ ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഈ 3 വർഷത്തിനുള്ളിൽ വരുന്ന വേക്കൻസിക്കെല്ലാം ഈ UN ലിസ്റ്റിൽ നിന്ന് അയക്കുകയാണ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഹോം ഓഫീസിലാണ് ഇതിൻ്റെ ഡീലിങ്സ് നടക്കുന്നത്. അവിടെയാണ് ഈ പൊസിഷൻസൊക്കെ അറിയുന്നതും അവരാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അങ്ങനെ ആദ്യത്തെ UN ടെസ്റ്റ് ഈ UN കൊസോവയ്ക്ക് വേണ്ടിയായിരുന്നു. കൊസോവയുടെ സെലക്ഷൻ ഞങ്ങൾ 4 പേര് കേരളത്തിൽ നിന്ന് വന്നു. മൊത്തം ഇന്ത്യയിൽ നിന്ന് 42 പേരെ സെലക്ട് ചെയ്തു. ഞങ്ങളെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് 1999 ഒക്ടോബർ മാസം കൊസോവയിൽ എത്തിച്ചത്. പാസ്പോർട്ടും
ഒക്കെ അവർ വൈറ്റ് പാസ്പോർട്ടായിരിക്കും, നമുക്ക് ഒഫീഷ്യൽ പാസ്പോർട്ടായിട്ട് വൈറ്റ് പാസ്പോർട്ടായിരിക്കും തരുന്നത്. വിസയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തോളൂ, നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ യാത്രയ്ക്ക് റെഡിയായാൽ മതി. അന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് 1000 റൗണ്ട് ബുള്ളറ്റും പിസ്റ്റലും കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. കൊണ്ടുപോകണമെന്ന് നിർബന്ധമായിരുന്നു, നമ്മളുടെ സ്വന്തമായിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ വേണമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ പെല്ലറ്റ്സും ഈ റൗണ്ട്സും പിസ്റ്റലും നമുക്ക് 70 കിലോ വരെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ യൂണിഫോമൊക്കെ ഡൽഹിയിൽ നിന്ന് തന്നെ നമ്മൾ ശരിയായിക്കൊണ്ട് പോകണമായിരുന്നു. UN യൂണിഫോം പ്രത്യേകമാണ്, ഒരു സ്കൈ ബ്ലൂ കളർ ഷർട്ടും നേവി ബ്ലൂ പാൻസുമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏത് റാങ്കാണോ ഏത് സ്റ്റാറാണോ ധരിക്കുന്നത് ആ സ്റ്റാർ നമുക്കവിടെ ധരിക്കാം. പിന്നെ UN എംബ്ലവും ഭരത് ക്യാപ്പാണ്, ഒരു സ്കൈ ബ്ലൂ ക്യാപ്പ്, ഭരത് ക്യാപ്പ് എന്നാണ് പറയുക. ഭരത് ക്യാപ്പ് UN ഭാഗമായിട്ട് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പ്രിസ്റ്റിനയിലാണ്, എയർപോർട്ടിലാണ്, പ്രിസ്റ്റിന ചെന്നിറങ്ങും. അത് കഴിയും പിന്നെ അവിടുന്ന് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് UN പ്രിസ്റ്റിനയിൽ ഒരു 20 കിലോമീറ്റർ അപ്പുറമായിട്ട് UN ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടുന്ന് വണ്ടിയായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടാവും, നമ്മളെ റിസീവ് ചെയ്ത് നമ്മുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കൂടി താമസിപ്പിക്കുക. ഇവിടെ ഈസ്റ്റേൺ യൂറോപ്പിലാണ് ഈ കൊസോവോ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുപാടുമായിട്ട് മാസഡോണിയയുടെ ഭാഗവും സെർബിയ, മോണ്ടിനിഗ്രോ, അൽബേനിയ, ഇതാണ് നെയ്ബറിങ് കൺട്രീസായിട്ട് വരുന്നത്. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻസിൽ നേരെ ഹോട്ടലിലേക്ക് കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും. ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ പറയും. നമ്മൾ അവിടുത്തെ ജെറ്റ് ലാഗും അക്ലമറ്റൈസേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യാറുള്ളത്. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര മണി, അടുത്ത ദിവസം പിറ്റേ രാവിലെ 8 മണിക്ക് റെഡി ആയിട്ടിരിക്കണം, ട്രെയിനിങ് റെഡി ആയിട്ടിരിക്കണം എന്ന് പറയും. അപ്പം നമ്മൾ അത് ഭയങ്കര രസമാണ്. അവിടെ ട്രെയിനിങ് നടത്തുന്നത് ഒരാളാണ്. അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ലേഡി ഉണ്ടാവും, അല്ലെങ്കിൽ 2 പേരായിരിക്കും മിക്കവാറും ട്രെയിൻ സെൻറ്ററിലുള്ളത്. ഈ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബസ് കൊടുത്തു. ഈ ബസ് ഓടിച്ചു വരേണ്ടത് അദ്ദേഹം തന്നെയാണ്. മിനി ബസ്സായിരിക്കും. മിനി ബസ് ഓടിച്ചു വന്ന് ഈ ഹോട്ടലിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കേണ്ട ആൾക്കാരെ മുഴുവൻ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം ഇതിൽ കളക്ട് ചെയ്തിട്ട് ട്രെയിനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കണം. എല്ലാം ചെയ്യേണ്ട ഒരാൾ തന്നെയാണ്. എല്ലാ ജോലിയും എല്ലാവരും ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഡ്രൈവറായിട്ട് പ്രത്യേകമില്ല. ഈ ഡ്രൈവിങ്ങായിട്ട് ഈ ട്രെയിനിങ് സെൻറ്ററിലെ ട്രെയിനർ തന്നെയാണ് നമ്മളെ പിക്ക് ചെയ്ത് ട്രെയിനിങ് സെൻറ്ററിൽ എത്തിച്ചിട്ട് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ 1-2 പേരവിടെ വരും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ്. അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ ഒന്നും ഡ്രൈവർ സിസ്റ്റം ഇല്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെയും പെട്രോളിംഗ് നടത്തുന്നത് പോലീസുകാർ തന്നെയാണ്. വണ്ടി ഓടിക്കേണ്ടതും ലാൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തത്. നമ്മളിവിടെ എല്ലാ വാഹനങ്ങൾക്കും ഡ്രൈവർ ഉള്ളത്. അവിടെ അതില്ല. അതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നി. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് ട്രെയിനിങ് ആയിരിക്കും നമുക്ക്. ഈ ഫീൽഡിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഓർപ്പിക്കുന്നത് യുവർ സെക്യൂരിറ്റി ഈസ് ദ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ സെക്യൂരിറ്റിയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ടത്. നിങ്ങളുടെ സെക്യൂരിറ്റി നോക്കി എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മളോട് പറയാം. നമ്മൾ സിൻസിയറിറ്റി കൊണ്ട് ചാടിക്കയറി അങ്ങനെ അറ്റാക്ക് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏറ്റവും നമ്മളുടെ സെക്യൂരിറ്റി നോക്കിയിട്ടേ നമ്മൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. 3 സെക്സ് ഒഫൻസസിന് ഒരിക്കലും ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ഇത് 3ആണ് പ്രധാനമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നത്. പിന്നെ അവിടുത്തെ ടോപ്പോഗ്രഫിയും അവിടുത്തെ ആൾക്കാരുടെ കൾച്ചറും നമ്മളുടെ വാഹനം ഓടിക്കുന്ന രീതികളും, അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ഡ്രൈവിങ്ങിൻ്റെ അടുത്ത ട്രെയിനിങ് കൊടുത്തിരുന്നു നമുക്ക്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞാൽ അവിടുത്തെ ലിറ്ററേച്ചറും നിയമങ്ങളും നമ്മൾ UN പാലിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ പ്രത്യേക റെസൊല്യൂഷൻസും ഒക്കെ നമുക്ക് കോപ്പി തരും. കൊസോവോയിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് കൊസോവോ ഒരു ഡിസ്റ്റർബ്ഡ് കൺട്രി ആയിട്ട് മാറി. അതായത് കൊസോവോയുടെ 92% ആൾക്കാരും അൽബേനിയൻസാണ്, മുസ്ലിംസാണ്. ഒരു 8% മാത്രമേ 7% 8% മാത്രമേ സെർബിയൻസ് അവിടെയുള്ളൂ. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും ഫൈനാൻസും ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് സെർബിയൻസ് ആയിരുന്നു. ഫോർമർ യുഗോസ്ലേവിയയുടെ ഭാഗമായിട്ടാണ് കൊസോവോ ഉണ്ടായിരുന്നത്. അപ്പം ആ കൊസോവോയ്ക്ക് സെർബിയയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരുന്നു ഈ കൊസോവോ വർക്ക് ചെയ്യുന്നത്.
പക്ഷേ ഈ പറയുന്ന 5% അല്ലെങ്കിൽ 6% സെർബിയൻസ് അവിടെ അധികാരം കൈയാളുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 92% അൽബേനിയൻസിനും അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. അവർക്ക് എഡ്യൂക്കേഷനിലായാലും ബാക്കി ഫൈനാൻസോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഹെൽപ്പും കിട്ടിയിരുന്നില്ല. അവരെ ഇവിടുത്തെ അധികാരങ്ങൾ മുഴുവൻ, ഫൈനാൻസ് കൺട്രോൾ മുഴുവൻ കൈയാളിയിരുന്നത് സെർബിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനുള്ള എക്സ്ട്രീമിസം ഉണ്ടായി. കൊസോവൻ ലിബറേഷൻ ആർമി എന്നൊക്കെ പറഞ്ഞ് KLA ഫോം ചെയ്തു. അവർ പലയിടത്തും ഈ സെർബിയൻസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ സെർബിയൻ ഫോഴ്സ്, മെലോസെവിച്ച് എന്ന സെർബിയൻ ഫോഴ്സിനെ അയച്ചു കൊടുത്തു ഇങ്ങോട്ട്. അവർ വന്ന് കാണിക്കാൻ പറ്റാത്തൊന്നും ഉണ്ടായില്ല. അവരുടെ പ്രധാന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എത്നിക് ക്ലെൻസിങ് എന്ന് പറയും. അൽബേനിയൻസിനെ മുഴുവനും പുറത്താക്കിയിട്ട് മൊത്തം ഏരിയയും സെർബിയൻസിനെ കൊണ്ടുവന്ന് ഇൻഹാബിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ അവരെ ഓടിക്കാമോ ആ രീതിയിലെല്ലാം അൽബേനിയൻസിനെ സെർബിയൻ ഫോഴ്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു വീട്ടിന് മുമ്പിൽ തന്നെ വന്നിട്ട് ഒരാളെ പിടിച്ച് മുന്നോട്ട് എടുത്തും വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടിക്കോളാൻ പറയുക. അങ്ങനെ ഓടി അവരുടെ വീട് കൊള്ളയടിക്കുകയും അവരുടെ പോകുന്ന സമയത്തുള്ള പണമെല്ലാം പിടിച്ച് വാങ്ങിക്കുകയും അവരുടെ ഐഡൻറ്റിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റിയെല്ലാം നശിപ്പിക്കുകയും ഇവൻ കാറുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് പോലും എടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ലാത്ത രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യാനായിരുന്നു ഫോഴ്സ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കൊസോവോ വിട്ടുപോയി, വീടുകളിൽ നിന്നും ഉണ്ടായില്ല. പിന്നെ ഈ ലേഡീസിനെയൊക്കെ അവർ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അവരുടെ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർ പബ്ലിക്കായിട്ട് തന്നെ റേപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ പലരും ഈ അവരുടെ മുന്നോട്ടുള്ള ജീവിക്കേണ്ടിയുള്ളതുകൊണ്ട് പലതും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ. പക്ഷേ രഹസ്യമായിട്ട് നമ്മുടെ ഫോഴ്സിനോടും എൻക്വയറി ഓഫീസേഴ്സിനോടും ഒക്കെ പറയാറുണ്ടായിരുന്നു അവർ. ഈ സാഹചര്യങ്ങളിൽ ഈ സെർബിയൻ ഫോഴ്സിൻ്റെ അറ്റാക്ക് സഹിക്കാൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് നിവൃത്തിയില്ലാതെ അവർ ഇൻ്റർനാഷണൽ കോൾ നടത്തി. ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അൽബേനിയൻസ് വിളിച്ചപ്പോഴത്തേക്കാണ് UN ഇൻ്റർഫിയർ ചെയ്തത്. UN ഇൻ്റർഫിയർ ചെയ്തിട്ട് സെർബിയൻ ഫോഴ്സ് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഡേറ്റ് കൊടുത്ത് മാർച്ച് 10 മുമ്പ് ഈ സെർബിയൻ ഫോഴ്സിന് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. വിഡ്രോ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ UN നാറ്റോ ഫോഴ്സ് കയ്യിലുണ്ട്. അവർ 10 മാറിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, നാറ്റോ ഫോഴ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ട് ജൂൺ 12 വരെ അറ്റാക്ക് ചെയ്തത്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ഭാഗത്താണ് നാറ്റോ ആക്ഷൻ നടന്നത് അവിടെ. ഈ സമയത്ത് പിന്നെ അവർ വിഡ്രോ ചെയ്തപ്പോഴത്തേക്ക് നാറ്റോ ഫോഴ്സിൻ്റെ അറ്റാക്ക് നിർത്തിവെച്ചു. അപ്പം ആ സമയത്ത് അവിടെ അഡ്മിനിസ്ട്രേഷൻ ഇല്ല, പോലീസില്ല, ജനങ്ങളിൽ അൽബേനിയൻസ് പകുതി കൂടുതൽ ആൾക്കാരും പുറത്താണ്, നാട് വിട്ടു പോയി. പിന്നെ ഡൗൺ ട്രോഡനായിട്ട് ഒരു കൺട്രിയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ജോലി, പോലീസില്ല അവിടെ. പോലീസില്ലാത്ത നമ്മുടെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യുക. അവിടുത്തെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ, പഴയ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്യുക, എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ ട്രെയിനിങ് കൊടുക്കുക. ഞങ്ങളെ ഇവിടുന്ന് പോയ കേരളക്കാരെ 4 പേരെയും മെട്രോവിച്ച റീജിയനിലെ പുഷ്ട്രി എന്ന പോലീസ് സ്റ്റേഷനിലാണ് നിയമിച്ചിരുന്നത്. ഞാൻ അവിടുത്തെ ടീം ലീഡറായിരുന്നു. അവിടെ ഞങ്ങൾ 8 മണിക്കൂറാണ് ജോലി. 8 മണിക്കൂർ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ 8 മണി മുതൽ 3 വരെ ഷിഫ്റ്റ്, അതിൽ 3 തൊട്ട് രാത്രി 9 മണി വരെ അടുത്ത ഷിഫ്റ്റ്, 9 കഴിഞ്ഞിട്ട് രാവിലെ 8 മണി വരെ അടുത്ത ഷിഫ്റ്റ്, അങ്ങനെ 3 ഷിഫ്റ്റായിട്ട് അത് ഓരോ ആഴ്ചയും ഡ്യൂട്ടി മാറി വരുമായിരുന്നു. കാരണം പക്ക പോലീസിങ്ങാണ്. പോലീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 74 രാജ്യങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നത്. അവരോടൊപ്പം നമ്മൾ 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനുണ്ടായത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് 8 ദിവസം കമ്പൾസറി ടൈം ഓഫ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയിക്കൊള്ളണം. 8 ദിവസം നമുക്ക് എവിടെയെങ്കിലും പോകാം. കമ്പൾസറി CTO എന്നാണ് പറയുക, കമ്പൾസറി ടൈം ഓഫ്. കാരണം നമ്മൾ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുക, പിന്നെ 8 ദിവസം കമ്പൾസറി ടൈം ഓഫാണ്. അതിന് നമുക്ക് UN ഫ്ലൈറ്റും UN കാറും ഒക്കെ എടുത്ത് പോകാം. UNൻ്റെ ഫ്ലൈറ്റ് അവിടുന്ന് കൊസോവയിൽ നിന്ന് ഓസ്ട്രിയ, അത് പോകുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാറ്, നമുക്ക് തന്നെ വൈറ്റ് കാറുണ്ട്. വൈറ്റ് കാർ, UNൻ്റെ വൈറ്റ് കാർ എടുത്തിട്ട് നെയ്ബറിങ് കൺട്രീസിലൊക്കെ യാത്ര ചെയ്യാം.
അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തോണം. ഈ 8 ദിവസം എങ്ങനെയെങ്കിലും എൻജോയ് ചെയ്തോണം. എൻജോയ് ചെയ്തിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് വരണം. അതായിരുന്നു സിസ്റ്റം. ഇപ്പം നമുക്ക് അലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ടീമിന് 2 പേർക്ക് ഒരു കാർ ഇഷ്യൂ ചെയ്യും. നല്ല ടൊയോട്ടയുടെ നല്ല കാറുകളായിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. ഈ കാറിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ഇൻ്റർപ്രറ്റർ ഉണ്ടാവും. ലേഡീസ് ആണ് കൂടുതലായിട്ട് അതിന് നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നത്. അവർ തന്നെ ഇപ്പം നമ്മൾ പോകുന്നത് സെർബിയൻ ഏരിയയിലാണെങ്കിൽ സെർബ് ഇൻ്റർപ്രറ്റർ ആയിരിക്കും കൂടെ ഉള്ളത്. അൽബേനിയൻ ഏരിയയിലാണെങ്കിൽ അൽബേനിയൻ ഇൻ്റർപ്രറ്റർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ആർക്കെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. നമുക്ക് അവർക്ക് നമ്മളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു തരും. അത് വെച്ചിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് വാർ ക്രൈംസ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരെ നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും. പെട്രോൾ ടീം അവരോട് പോകേണ്ടതും ഈ ഗ്രേവ് യാർഡ്സൊക്കെ ഒരുപാടുണ്ടാവും. ഈ മാസമായിട്ട് ആൾക്കാരെ കൊന്നിട്ട് വലിയ കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് മറവ് ചെയ്തിട്ടുള്ള കത്തിക്കുകയും മറവുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ഏരിയകൾ 18-19 ഗ്രേവ് യാർഡ്സ് എക്സിമിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അതെല്ലാം എവിഡൻസായിട്ട് യുഗോസ്ലാവിയയിലുള്ള ട്രിബ്യൂണലിൽ UN ട്രിബ്യൂണലിൽ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെയാണ് മിലോസെവിച്ചിനെ അവസാനം അറസ്റ്റ് ചെയ്യുന്നത്. ഈ എവിഡൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടാണ് മിലോസെവിച്ചിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടന്ന് അവസാനം അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. കൊസോവോയിൽ അങ്ങനെ കുറേശ്ശെ കൊസോവോയിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവിടുത്തെ പോലീസിങ് അവരെ ഏൽപ്പിക്കാനുള്ള പ്രോഗ്രാംസ് നമ്മൾ തന്നെ അവരെവിടെ ഉണ്ടോ അവരുടെ വീട്ടിൽ പോയി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. തിരിച്ച് അവർ വീട്ടിൽ കൊണ്ടാക്കണം. ഇതെല്ലാം നമ്മുടെ ജോലിയായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രെയിനിങ് സ്കൂളുണ്ട്. ട്രെയിനിങ് സ്കൂളിൽ നന്നായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പം കുറേശ്ശെ അവരെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആക്കി കൊണ്ടുവരാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങൾ 2 വർഷം അവിടെ കഴിഞ്ഞ ഉടനെ പിന്നെ റൊട്ടേഷൻ വരും. പിന്നെ നമ്മൾ മാറിയിട്ട് അടുത്ത ടീമിന് അവിടെ എത്തും. ഞങ്ങളുള്ള സമയത്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നൊരു ടീം അവിടെ വന്നിരുന്നു. അപ്പം നമുക്കൊക്കെ പണ്ടൊക്കെ നമ്മുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് യുഎനിലേക്ക് ഒരിക്കൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ, ഒരിക്കൽ മാത്രമേ നമ്മളെ അയച്ചിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റ് രാജ്യക്കാരൊക്കെ പാകിസ്ഥാൻ, ബാക്കി അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ 2-3 മിഷനൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ സംഭവിക്കുകയെന്ന് പറയുന്നത് ആദ്യം ചെല്ലുന്നവർക്ക് ഒരു പ്രാവശ്യം ഒരു മിഷൻ ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പെട്രോൾ ഓഫീസർ അങ്ങനെ ചെറിയ പോസ്റ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള മിഷൻ 1-2 മിഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല പൊസിഷൻസ് അവിടെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസിലൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ പാകിസ്ഥാൻ കീഴിലൊക്കെ അവർ 2-3 മിഷൻ കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അവരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്ന് നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിനുശേഷം പിന്നെ ഏത് മിഷൻ എത്ര വേണമെങ്കിലും മിഷന് പോകാമെന്നുള്ള നിയമം മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ എത്ര മിഷൻ വേണമെങ്കിലും പോകാം. പക്ഷേ UN SAT ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ 3 വർഷത്തിൻ്റെ വാലിഡിറ്റി ഉണ്ട്. വീണ്ടും അതിന് അപ്ലൈ ചെയ്ത് അടുത്ത ടെസ്റ്റിന് വേണ്ടി 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും അപ്ലൈ ചെയ്യും. 3 വർഷത്തിനുള്ളിൽ ഏത് വേക്കൻസി വന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞവർക്ക് ടെസ്റ്റ് ഇല്ലാതെ തന്നെ സെക്കൻഡ്മെൻറ്റ് ബേസിസിൽ പല പൊസിഷൻസ് UN ഡയറക്റ്റ് അടക്കം നമുക്ക് അപ്ലൈ ചെയ്യാം. UN സൈറ്റിൽ കയറിയിട്ട് ഒരുപാട് വേക്കൻസീസ് അവർ UN സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഇത് വെച്ച് കാണിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് UN സെക്കൻഡ്മെൻറ്റ് ബേസ് എന്നാണ് പറയുക. ആ രീതിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ വഴി നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ അതിലേക്ക് ഡെപ്യൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊസോവോ ഇതുപോലെ UN ഫോഴ്സിലേക്ക് നമ്മൾ പോലീസിൽ നിന്ന് പോകുമ്പോഴേക്ക് നമുക്ക് ഇവിടെ എന്ത് സാലറി കിട്ടിയിരുന്നോ, ഏതെങ്കിലും ക്വാർട്ടേഴ്സ് ഒക്കപ്പ് ചെയ്യുന്നോ അതെല്ലാം അതുപോലെ കീപ്പ് ചെയ്യണമെന്നാണ് നിയമം. നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറി അതുപോലെ തന്നെ വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് യാതൊരു കുറവും വരുത്താൻ പാടില്ല. നമ്മുടെ ഫാമിലിയൊക്കെ ഏതെങ്കിലും ക്വാർട്ടേഴ്സ് താമസിക്കുകയാണ്, ആ ക്വാർട്ടേഴ്സ് വെക്കേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ UN പോകുന്നതിന് UN മിഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ മാസം കിട്ടുന്ന രീതിയിലായിരുന്നു. അത് ഡയറക്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാം, നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് മാസം എൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് സാലറി നമ്മളുടെ ഓഫീസിൽ എത്തിച്ചു തരും. ഭയങ്കര എലൈറ്റ് ജീവിതമാണ്. കാരണം നമ്മുടെ സെക്യൂരിറ്റിയാണ് ഏറ്റവും ഫസ്റ്റ്. നമുക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ UN ഹെലികോപ്റ്ററൊക്കെ വന്ന് നമ്മളെ എപ്പോഴും എവാക്യുവേറ്റ് കൊണ്ടുപോകും. എന്തെങ്കിലും വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ എവാക്യുവേറ്റ് മാറ്റിയിട്ട് കംപ്ലീറ്റ് മിലിറ്ററി അങ്ങ് ഏൽപ്പിക്കുക ചെയ്യുന്നത്, K4 ഏൽപ്പിക്കുക ചെയ്യുന്നത്. അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടവരായിരുന്നു. അവർ പറയുന്ന അൽബേനിയൻസ് എന്ന് പറയുന്നവർക്ക് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ബിസിനസ്സായിരുന്നു കുറേയൊക്കെ ഉണ്ടായിരുന്നവർക്ക്. പ്രോപ്പറായിട്ട്
എക്കണോമിക് പ്രോഗ്രസ് അവർക്കില്ലാത്തൊരു രാജ്യമായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെർബിയൻസാണ് കൂടുതലും ഈ ഫൈനാൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് അവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അവരുടെ ഏരിയയിലെ ഡെവലപ്മെൻറ്റ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മൾ സെർബിയൻ ഏരിയാസിലൊക്കെ ഭയങ്കര പോസ്റ്റായിട്ടാണ് അവർ ലൈഫൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഈ മെട്രോവിച്ചായിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നോർത്ത് മെട്രോവിച്ചായും സൗത്ത് മെട്രോവിച്ചായും. അപ്പോൾ ഞങ്ങൾക്ക് താമസിച്ചിരുന്നത് നോർത്ത് മെട്രോവിച്ചായിലാണ്. നോർത്ത് മെട്രോവിച്ചായിൽ സെർബിയൻസിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടുന്ന് എക്സ്പെൽ ചെയ്യപ്പെട്ട ആൾക്കാരൊക്കെ കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പല ഈ ഫ്ലാറ്റുകളും ഒഴിയാനുണ്ടായത്. അപ്പോൾ അത് ഇവരങ്ങ് കയ്യേറി, ഈ അവിടെ താമസിച്ചിരുന്ന സെർബിയൻസ് കയ്യേറിയിട്ട് അവരത് റെൻ്റ് ഔട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ റെൻറ്റിനടുത്ത് അന്ന് താമസിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചില സമയത്ത് യാതൊന്നുമില്ല, ടെലിഫോണിന് ചാർജില്ല, ഇലക്ട്രിസിറ്റിക്ക് ചാർജില്ല, അഡ്മിനിസ്ട്രേഷനൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് ക്രമേണ അതെല്ലാം വന്നത് ആഫ്റ്റർ വാറായിരുന്നുകൊണ്ട്. അപ്പോൾ നമുക്കൊക്കെ നാട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് ഫോൺ ചെയ്യായിരുന്നു. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഫോണുണ്ട്, ഫ്രീ ആയിട്ട് ഫോൺ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ ഫോണുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് നാട്ടിലേക്കൊക്കെ വിളിക്കാമായിരുന്നു. അവരുടെ വളരെ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. വളരെ ചെറിയ സാമ്പത്തിക പരിസ്ഥിതികളിൽ ജീവിച്ചു വന്നവരായിരുന്നു ഈ അൽബേനിയൻസ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ അവരുടെ ഏരിയ താമസിക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളൊക്കെ രാവിലെ വന്നിട്ട് ഒരു ഒരു ഡൂഷ് മാർക്ക് എന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഡി എം എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ഗീവ് വൺ ഡി എം എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് പരിതാവസ്ഥയായിരുന്നു അവരുടെ. പിന്നെ അവരുടെ ബ്രെഡാണ് അവരുടെ മെയിൻ ഫുഡായിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ബ്രെഡൊക്കെ വാങ്ങിക്കാൻ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിൽ 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് ഈ കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഫീൽഡിലുള്ള പെട്രോളിംഗ് ഓഫീസേഴ്സിനെ അറിയിക്കുക ചെയ്യുന്നത്. ഒരു പെട്രോളിൽ 2 ഓഫീസേഴ്സ് ഉണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ 8-9 പെട്രോൾ ടീം ഉണ്ടാവും. അവർ ഫീൽഡിൽ തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ ഉടനെ ഒരു പെട്രോൾ ടീമിലേക്ക് കൊടുക്കും. അവർ പോയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കപ്പ് ചോദിക്കും. അങ്ങനെ ബാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന നിയർ ബൈ ആയിട്ടുള്ള പെട്രോൾ വെഹിക്കിൾസ് അവിടേക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അവിടെ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സീൻ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ വേറെ ടീം ഉണ്ടാവും. അവരുടനെ സ്പോട്ടിലെത്തും, ബാക്കി അവർ ടേക്ക് ഓവർ ചെയ്തോളൂ. അതുവരെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്താൽ മതി. അവിടെ പോലീസ് സ്റ്റേഷനിലെ ഫങ്ഷൻസൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കാണ് UN രീതിയിൽ നടത്തിയത്. ഡോക്യുമെൻറ്റേഷനും അവരുടെ റിവ്യൂവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കീഴിൽ ജർമ്മൻ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, US ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ പല രാജ്യങ്ങളിലെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ട്. 74 രാജ്യങ്ങളിലെ പോലീസ് ഓഫീസേഴ്സ് തമ്മിൽ ആണ് അവിടെ പോലീസിങ് നടത്തിയിരുന്നത്. പിന്നെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സ്ലോയിൽ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പറയണമെന്നാണ് അവിടെ നിയമം. UN-ൻ്റെ കമ്മ്യൂണിക്കേഷൻസ് കോപ്പീഡ് നമ്മൾ പറയുമ്പോഴത്തേക്ക്. പക്ഷേ ചില രാജ്യക്കാർക്ക് പെട്ടെന്ന് അവരുടെ സ്പീഡൊന്നും കുറയാൻ പറ്റില്ല. അവർ പെട്ടെന്ന് അവരുടെ ആക്സിഡൻറ്റിൽ പെട്ടെന്ന് പോകും. ഞാൻ തന്നെ ഒരു ദിവസം കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ വെച്ച് ഏതെങ്കിലും സെർബിയൻ ലാംഗ്വേജ് അല്ലെങ്കിൽ അൽബേനിയൻ ലാംഗ്വേജ് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ യെസ് ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഐ ആം എ നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത്, നോർത്ത് അമേരിക്കക്കാരെ ഇംഗ്ലീഷ് പെട്ട ഒരു ആര്യയിൽ അങ്ങനെ. പക്ഷേ UN റൂൾ അനുസരിച്ചിട്ട് സ്ലോയിൽ വ്യക്തമായിട്ട് ലാംഗ്വേജിൽ സംസാരിക്കണമെന്നാണ് അവിടെ പറയുന്നത്. അത് പലരും ഒബേ ചെയ്ത് കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മൾ തല നോഡ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഡെസ്കിൽ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കാറുള്ളത്. പക്ഷേ എസ് ഇങ്ങനെ, നോ 2 സൈഡിലേക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ നമ്മുടെ എസ് പറയുന്നത് നോ പറയുന്നതെല്ലാം നേരെ ഇങ്ങനെ തല കുലുക്കത്തുള്ളായിരുന്നു. അപ്പോൾ ആ രീതിയൊക്കെ നമ്മൾ മാറ്റി പഠിക്കേണ്ടി വന്നു ഒരുപാട്. പിന്നെ അവരുടെ ലാംഗ്വേജ്, ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പഠിക്കേണ്ടതാണ്. മറ്റേ വയർലെസ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻസ്. പിന്നെ പെട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കും. കാരണം ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് വെൽ എക്യുപ്ഡാണ്. നമ്മളുടെ കയ്യിൽ തന്നെ എല്ലാ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. പിസ്റ്റലുണ്ടാവും, പെപ്പർ സ്പ്രേ ഉണ്ടാവും, പിന്നെ പിസ്റ്റൽ റൗണ്ട് ഉണ്ടാവും എണ്ണത്തിൽ. ബാക്കി എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ ബെൽറ്റിലുണ്ടാവും. നമ്മൾ വെൽ എക്യുപ്ഡാണ്. ഞാനൊക്കെ വളരെ ടേൺ ഔട്ടിലൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ എൻ്റെയൊക്കെ ഫോട്ടോ പ്രത്യേകം അവർ എടുത്ത് UN-ലൊക്കെ സർക്കുലേറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. അപ്പം യൂണിഫോമിന് നമ്മൾ
നമ്മളുടെ പ്രൈഡായിട്ട് മാറ്റിയെടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസകരമായൊരു ലൈഫാണ്. ഒരു പ്രത്യേക കൾച്ചറും പിന്നെ നമുക്ക് പിന്നെ റിക്രിയേഷൻ ഉണ്ടാവും. നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസേഴ്സ് തമ്മിൽ കൂടുകയും നമ്മളുടെ രീതിയിലുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുകയും അവരുടെ ഭക്ഷണം നമുക്കുണ്ടാക്കി ചെയ്യും. അങ്ങനെ നല്ലൊരു അസോസിയേഷൻ, നല്ലൊരു മിംഗ്ലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ടെൻസ്ഡ് സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ തന്നെ എല്ലാവരും ഓടി പെട്ടെന്ന് യൂണിഫോമൊക്കെ ഇട്ട് പോകേണ്ടി വരും. ഞങ്ങളുള്ളപ്പോൾ തന്നെ അവിടെ ഒരു ബസ് ഒരു UNHCRൻ്റെ ബസ്സിൽ പ്രായമായ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ബോംബെറിഞ്ഞ് കത്തിച്ച് കളഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഗ്രനേഡ് എറിഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാർ ക്രൈംസിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പലപ്പോഴും വളരെ കഷ്ടം തോന്നുന്ന രീതിയിലാണ് ഈ ലേഡീസിൻ്റെയൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത്. അവർ റേപ്പ് ചെയ്തത്, വളരെ ബ്രൂട്ടലായിട്ടാണ് റേപ്പ് ചെയ്തത്. പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കഥകൾ അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ നാണക്കേട് കൊണ്ടും ഫ്യൂച്ചറിൽ ജീവിക്കേണ്ടതാണെന്നുള്ള നാണക്കേട് കൊണ്ടും പബ്ലിസിറ്റി കൊടുക്കലെന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് സ്പോട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറും കൂടെ വരണമെന്നാണ്. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടെ വരും. നമ്മൾ അത് ഫൈനൽ റിപ്പോർട്ടായിട്ട് ജയിലിലാക്കും. അത് നമ്മൾ ഡിറ്റൻഷനിലാക്കും. ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് പിന്നെ കൊണ്ടുപോകും. അങ്ങനെ വളരെ UN സംബന്ധിച്ചോളം വളരെ എലൈറ്റായിട്ടുള്ളൊരു മിഷനായിരുന്നു അത്. എന്നിട്ട് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊക്കെ പോകുന്നതിന് ശേഷം അവിടെ ഇലക്ഷൻ നടന്നിട്ട് അഡ്മിനിസ്ട്രേഷൻ വന്നു. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വന്നു. അതിനുശേഷം പോലീസിനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നേരത്തെ കുറച്ച് പോലീസിനെ അവിടെ നിന്ന് സർവീസിലേക്ക് എടുത്തുകൊണ്ടിരുന്നു. ഒരു ട്രെയിനിങ് കൊടുത്ത് പോലീസെല്ലാം അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ UN മോണിറ്ററിംഗ് മിഷനായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഒരു സ്കെൽട്ടൺ UN അവിടെ ഉണ്ട്. ഒരു മോണിറ്ററിംഗ് മിഷനായിട്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സാണ്, അണുബന്ധമെല്ലാം താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. അപ്പോൾ എല്ലാവരെയും അവരുടെ റൂമിലൊക്കെ കയറ്റി ലൈറ്റ് കോഫി ഇട്ട് ഞാൻ താഴെ വന്നിട്ട് അവിടെ നമ്പർ ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്പർ ലോക്ക് വെച്ച് തിരിച്ച് പുറത്തുപോയി ഒരു മണിക്കൂർ പെട്രോൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ നിന്ന് കോൾ വരുന്നു. ഇവിടെ വീണ്ടും ബഹളം നടക്കുകയാണ്.